ചാച്ചാ ചാച്ചാ കഞ്ഞി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോ വരാം. പെർഫെക്റ്റ്. ആ ചേച്ചി എവിടെ സെറ്റ് ഉണ്ട്? എന്ത്? അല്ല സാധനങ്ങൾ ബർത്ത്ഡേക്കുള്ള. എനിക്ക് മനസ്സിലായില്ല. ഞാൻ മാക്സിമം അക്ഷയ് കുമാർ ബർത്ത്ഡേ പാർട്ടി ജോയ്മോൻ സാറിൻ്റെ ഇതല്ലേ? അച്ഛനോട് ചോദിച്ചു നോക്കി, ചിലപ്പോൾ സർപ്രൈസ് പോലെ നന്നായിരിക്കും. ചാച്ചാ അതിന്റെ ശബ്ദം ഇച്ചിരി കുറച്ചേ. എന്താ മോളെ? സാർ ആ ഒച്ച ഇച്ചിരി ഒന്ന് കുറയ്ക്കാൻ ഞങ്ങളെത്തി. എന്തോ അഡ്രസ് എന്തോ മാറിപ്പോയതാ. എന്താ കാര്യം? അല്ല ചേട്ടാ, ഈ അഡ്രസ്സ് ഇവിടെയല്ലേ? ഇത് ഇവിടെയല്ല, നമ്മുടെ സമ്പത്തിന്റെ വീടാ അവിടെ. ഓ ഓ ഓ ഓ സോറി, താങ്ക് യു. ആ അപ്പുറത്തെ വീട്ടിൽ വന്ന ഏതാണ്ട് ബർത്ത്ഡേ പാർട്ടി എന്താണ്ട. ഇതെന്താ പരിപാടി? ഈ സമ്പത്തിന്റെ കല്യാണം വല്ലതും ആണോ? ഏയ് ഇതിവിടെങ്ങുമല്ല. നിങ്ങൾ അപ്പുറത്തൊക്കെ അന്വേഷിച്ചു. ജോയ്മോൻ സാറ് ഈ ലൊക്കേഷൻ തന്നെയാണല്ലോ അയച്ചിരുന്നു. ഇത് അമ്മയുടെ മോനല്ലേ? ഇതിലേത്? ഇതില് വലുത്. ഏയ് എന്റെ മോൻ ഇങ്ങനെയൊന്നും അല്ല. എന്റെ മോനെ എന്നെ പോലെയാണ്. ശരിയായി, നിങ്ങളെ പോലെ ഇല്ല. ഇതിപ്പോ അവിടെയല്ല ഇവിടെയല്ല, ഇതിപ്പോ എവിടെയാണ്? സാധാരണ ഇങ്ങനെ സംഭവിക്കാത്ത. സാർ വെൽക്കം ടു ഇന്ത്യ. നമസ്തേ. യാത്രയൊക്കെ ഉണ്ടായിരുന്നു സാർ? ഞാനങ്ങ് പേടിച്ചില്ലാണ്ടായി പോയി. ഇപ്പൊ സമാധാനം. ഇവിടെ എന്താണ് പരിപാടി? അത് ഇവന്റെ ബർത്ത്ഡേ. അതിന് നീ ഏതാണ്? ഞാൻ ജോയ്മോൻ. ഇവരാരും പറഞ്ഞു കേട്ടിട്ടില്ലേ? പറഞ്ഞു കേട്ടിട്ടില്ല. അയ്യോ, ഞാൻ സമ്പത്തിനോട് 10 പഠിച്ചേ. ആണോടാ? അതെ, ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടി മാത്രം കാരണം. ഇവനെ നിങ്ങളുടെ കൂട്ടത്തിലൊന്നും മുമ്പ് കണ്ടിട്ടില്ലല്ലോ. അന്ന് ഞാൻ കുറച്ച് പഠിക്കുന്ന കൂട്ടത്തിലായിരുന്നു. അതൊക്കെ പണ്ടമ്മേ. പക്ഷെ ഇപ്പൊ നേഴ്സ്, ഞാൻ ഡോക്ടർ. പക്ഷെ ഞാൻ കാനഡ, ഇവൻ കാക്കനാട്. അടി ഞാൻ ജയിച്ചു. ആ വണ്ടി വരച്ചവന്റെ ബർത്ത്ഡേക്കുള്ള സാധനമാണോ? അല്ല സാർ, എല്ലാ സാധനം ഇങ്ങോട്ടുള്ളതല്ല, ബർത്ത്ഡേക്കുള്ള മാത്രമേ ഇവിടെ. അത്രേ ഉള്ളൂ, ചെറിയ സെറ്റപ്പ്. അത് കൊള്ളാല്ല. കുറച്ച് ലൈറ്റ്, കുറച്ച് ബൾബ്, കുറച്ച് കളറൊന്നും ഇല്ലാതെ ബർത്ത്ഡേ. പിന്നെന്താ ബർത്ത്ഡേ? പൊളിക്കണം നമുക്ക്. പൊളിക്കില്ലേ? അപ്പൊ ഞാൻ എന്റെ സാധനങ്ങളൊക്കെ ഒന്ന് ഇറക്കട്ടെ. ആ സാധനം പെട്ടെന്ന് ഇറങ്ങിയോ? പൊളിച്ചിറങ്ങിയോ? ഇതെന്റെ വീട്. ഐശ്വര്യ എന്നെ ഓർമ്മയില്ലേ? നമ്മള് ചെല്ല് ബൾബ് ഇട്ടോണ്ട് നാട്ടുകാരെ അറിയിച്ച് കള്ളു കുടിക്കാനുള്ള ഓരോ പരിപാടി. അപ്പൊ സാറേ ഹാപ്പി. ഇപ്പൊ പറയല്ലേ രാത്രി 12 മണിക്ക് ശേഷം. അല്ല, എന്താ മോന്റെ പേര്? ജോയ്മോൻ. ഞാൻ കുഞ്ഞുമോൻ. അപ്പൊ സെറ്റ്. ചേട്ടൻ വരണം തീർച്ചയായിട്ടും. പോണം, കുളിക്കണം, വരണം. അത്ര ഞാൻ വിളിക്കാം. എടാ വേണ്ട, ഞാൻ എനിക്ക് വേണ്ടി, നിനക്ക് വേണ്ടി എനിക്ക് കഷ്ടപ്പാട് വേണമെന്നില്ലായിരുന്നു. ബാക്കി പെട്ടി നീ എടുക്കൂലേ? അല്ല, ഇപ്പൊ എന്റെ കനേടി പെട്ടി. എനിക്ക് കനലിന്റെ പെട്ടി മതി. ആ നമുക്ക് നാളെ തൃശ്ശൂർ പിടിക്കുക. ചിലപ്പോ കിട്ടിയാലോ 1,00,000 കിലോമീറ്റർ ഓടിയതല്ലേ? കനലെങ്കിൽ കനൽ. സോറി. ബോൾ. ഇത് അവിടെ എങ്ങനെ വെക്ക്. ജോയ്മോനെ, അതാട്ടോ ബാത്റൂം. നീ ഒന്ന് ഫ്രഷ് ആയിട്ടോ. നാട്ടിലെത്തിയിട്ട് എന്റെ ആദ്യത്തെ കൊളിയാ. കുളിപ്പിച്ച് കിടത്തു ഞാൻ. സമ്മതം തീർക്കല്ലേ, നമുക്കും കൂടെ വെച്ചേക്കണേ. ഇതെങ്ങോട്ട് പോണവൻ? അവന് മാറാനുള്ള ഡ്രസ്സായിരിക്കും. അവന് ബർത്ത്ഡേ അല്ലേ? ഇത്ര വലിയ വെട്ടിയില്ല. അവനിട ജാക്കറ്റ് വേണ്ട, അതിന് വലിയ വീട്ടിലേക്ക് വേണ്ടിയില്ലേ? അവസാനം സ്ഥിരതാമസം ആക്കായിരുന്നു ഇവിടെ കിടന്നു. പക്ഷെ നീ ഇങ്ങനെ പിടക്കല്ലേ, അവൻ വന്ന് കയറിയില്ലുള്ളൂ. അവനൊന്ന് ഫ്രഷ് ആവട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് 2 അടിക്കാം. നീ ഒന്ന് ചില്ലേ, അടിക്ക്. അടിച്ചാൽ ശരിയാവും. പിടിക്ക്. എന്റെ മേലാവട്ടെ. ഗുഡ്. എങ്ങനെയുണ്ട്? ചാത്താൻ സാധനങ്ങളിൽ ഇറങ്ങാൻ വലിയ കുഴപ്പമൊന്നുമില്ല. ആണല്ലേ? സാറേ ഇപ്പൊ ഇവിടെ സെറ്റ് ചെയ്യാം അല്ലേ? എടാ ഇങ്ങോട്ട് വെച്ചോടാ. നെഞ്ചത്താ. നീ തുടങ്ങി ചേട്ടാ, സ്ഥലം ഞാൻ കാണിക്കാം. ഓക്കെ സാർ. എൻ്റെ ഒരു വയറും കൂലക്കാട്ടും. ഇപ്പൊ ഈ ബർത്ത്ഡേ ചെയ്യാൻ വരെ ഇവന്റ് കമ്പനികളൊക്കെ ഉണ്ടല്ലേ? സാറി നാട്ടിലൊന്നുമല്ലേ ജീവിക്കുന്നത്? ബർത്ത്ഡേ മാത്രമല്ല സാറേ, 4 കെട്ട്,
അല്ല ശരി, നൂലുകെട്ട്, താലികെട്ട്, 28, മാമുദിസ, പെരുന്നാൾ, ഹർത്താല്, പിന്നെ ഇപ്പൊ ഒരു പുതിയ പരിപാടി ഉണ്ട്, സെക്രട്ടേറിയറ്റ് ഉപരോധം. അതുകൊള്ളാം, നല്ല പരിപാടിയാണ്. അങ്ങനെ എല്ലാ പരിപാടികളുടെയും ഒരു ടോട്ടൽ സെലിബ്രേഷൻ സൊല്യൂഷൻസ് ആണ് സാർ മാക്സിമം ഇവന്റ്സ്. അപ്പൊ നിങ്ങളുടെ ഓഫീസ് എവിടെയാ? ഈ വീടിന്റെ താഴെ. ആ ഓട്ടോറിക്ഷ ഇല്ലേ, അതാണ് സാറിന്റെ ഓഫീസ്. അടിപൊളി. കാർഡുണ്ട് സാർ. ചെറിയൊരു സ്റ്റാർട്ടപ്പാണ് മാക്സിമ. കൊള്ളാം. വാ. അപ്പം ഇതാണ് സ്ഥലം, നമ്മുടെ സ്ഥിരം ചില്ലിംഗ് സ്പോട്ടാ. പെർഫെക്റ്റ് സാർ. DJ വരാൻ കുറച്ച് ലേറ്റ് ആവും, നമുക്ക് അവിടെ സെറ്റ് ചെയ്യാലോ. DJ അതൊന്നും വേണ്ട, DJക്ക് ജലദോഷാന്നല്ല പറഞ്ഞാൽ മതി. അല്ല സാർ, അതിന്റെ ഫുൾ പേയ്മെന്റ് ചെയ്തിരിക്കും. എന്നാൽ DJക്ക് പനിയാന്ന് പറഞ്ഞാൽ മതി. ഓക്കെ സാർ. അതുപോലെ നമ്മുടെ ബർത്ത്ഡേ കേക്കിൽ എഴുതാനായിട്ട് സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും? അതിന്റെ ക്യാഷ് ഒക്കെ അവൻ തന്നിട്ടുണ്ടോ? ഇത് കോംപ്ലിമെന്ററി ആണ് സാർ. ഓ നൈസ്. എന്തൊരു കാര്യം ചെയ്യും, അതിൽ വിത്ത് ലവ് ഫ്രം ഡോക്ടർ ഫൈസൽ ഖാൻ എന്ന് എഴുതിയാൽ മതി. നീയേ ആ ബീഫ് നിളക്കിക്ക്, ഇന്നലെ ഫൈസലിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാണ്. നല്ല പ്രോത്സാഹനമാണല്ലോ. അവനോടൊക്കെ എന്ത് പറയാനടി, കുടുംബം നോക്കുന്നതിൻ്റെ അഹങ്കാരമാണ് അവന്. പിന്നെ ഈ വീട്ടിൽ കുറെ കാലത്തിന് ശേഷം വേറൊരുത്തൻ കയറി വന്നേ. ആ ഫൈസലിനെ കണ്ട് ഞാൻ മടുത്ത്. അതിന് സമ്പത്തോടെ എൻ്റെ ഒരു ഫ്രണ്ട്സിനെ വീട്ടിൽ കയറ്റൂലല്ലോ. അവൻ്റെ വിചാരം ഈ നാട്ടിൽ സൗന്ദര്യമുള്ളവരെത്തി അവന് മാത്രമേ ഉള്ളൂ എന്നാണ്. എന്നാലേ അത്ര സൗന്ദര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നിട്ടില്ല കേട്ടാ. നിന്റെയൊക്കെ പ്രായത്തിലേ ഞാനൊക്കെ ഏത് ലെവലായിരുന്നാ. ലെവൽ 2, 2 പിള്ളേര്. वो गूगल लोकेशन सेंट वो घर उसका നേരെ ഓപ്പോസിറ്റ് ബഡാ ഘർ. അല്ലാതെ ഇവിടെ പറഞ്ഞതാ. അതെ, ബൾബ് അത് മതിയാവില്ല. ആ ബൾബ് കുറച്ചുകൂടെ വേണ്ടി വരും. പിന്നെ ആ കേക്കിലെ കാനഡയുടെ കൊടി, കാനഡ. ബൈ ബൈ ബൈ. ഉദർ 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 ഉദർ. അതെ, കാനറ ബാങ്കിന്റെ കൊടിയല്ല, കാനഡ. ഓ സ്റ്റോൺ दो. अभी ठीक है सर, बरोबर है ना? अभी वो वायर. അക്ഷയ് കുമാർ ഒരെണ്ണം അടിക്കുന്നോ? ഇല്ല സാർ, ഡ്യൂട്ടി സമയത്തില്ല സാർ. ഓ ഡ്യൂട്ടി. എന്റെ പൊന്നു ഭായി, ഒന്ന് ജൽദി ആക്കി യാർ. अरे कर रहा है सर, काम तो करना दो. ओए ठीक से मान लेना. സാർ എങ്ങനെയുണ്ട്? ഓണാക്കല്ലേ? അടിപൊളി. സമത്തട്ടം ഞെട്ടു. ഓപ്പോസിറ്റിലെ പൈനില്ലടാ. ഐശ്വര്യ വരുമ്പോൾ റെഡി ഉണ്ടായത് അവന്റെ അപ്പൻ. വൈകിട്ടായിരുന്നു. എടാ അതെ, നീ ഒന്ന് വന്ന് വണ്ടി എടുത്ത് വാഷം കൊണ്ടിട്ട് ഞാൻ ഇപ്പൊ വിളിക്കാട്ടോ. ഇതെന്താണ് ഇടപ്പള്ളി പെരുന്നാളാ? നല്ല കരണ്ടില്ലോ. നല്ല രസമുണ്ടല്ലോ സെറ്റപ്പ്. നമുക്കിത് സ്ഥിരാക്കിയാലോ? അല്ല, ഇതിപ്പോ അങ്ങനെ വലുതായിട്ടൊന്നിട്ടുള്ളൂ, ചെറിയൊരു അലങ്കാര പണി. ചെറുതോ ഇതോ? നീ ഇങ്ങനെ പേടിക്കണ്ട, നമ്മൾ രണ്ടെണ്ണം അടിച്ച് ചെക്ക് ചെയ്തു. അതിൻ്റെ ഇടയ്ക്ക് അവൻ കുറച്ച് ഫോട്ടോസ് എടുക്കും. നമ്മൾ ഒരു ബർത്ത്ഡേ വിഷയം അത്രേ ഉള്ളൂ. അത്ര ഉള്ള എടാ, ഞാൻ എൻ്റെ ഒരു ബർത്ത്ഡേ പോലും ഇവിടെ ഇങ്ങനെ ആഘോഷിച്ചിട്ടില്ല. നിനക്കറിയാം? നിനക്കിനിയാവോ? അയാളെ വിളിച്ചപ്പോഴേ. എടാ, അവൻ്റെ 2 FB പോസ്റ്റ് ഇടാനായിരിക്കും. ഒരു പ്രവാസിക്ക് സോഷ്യൽ മീഡിയ ലൈഫ് എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് എനിക്കറിയാം. എനിക്കറിയാൻ പാടില്ല. മാത്രമല്ല അവൻ്റെ സന്തോഷം കിട്ടും. എടാ, നിനക്കൊണ്ടല്ലോ വലിയ വീട്. നിനക്കല്ല ഇവിടെ അങ്ങോട്ട് ഉണ്ടാക്കാൻ പാടില്ല. മനുഷ്യൻ സമയം കളയാനായിട്ട് നിങ്ങൾ ചൂടാണെന്തിനാ? എന്റെ പാപ്പൻ എനിക്കറിയാലോ. ഈ ഐറ്റത്തിനും കൂടെ അങ്ങോട്ട് ചെന്നല്ലേ അയാളെ വെടിവെച്ചൂലി. ഓഹോ, അപ്പൊ നിനക്ക് നേരത്തെ അറിയാറുന്നല്ലോ ഇത്. അത് നീ വിട്, നീ അങ്ങോട്ട് കുപ്പിയിടണ്ട. രാവിലെ അവരങ്ങ് പോകും. മഞ്ഞ ബലൂൺ ഇങ്ങോട്ട്. ഓക്കെ, എന്നിട്ട് ഈ ചത്ത സാധനം നമ്മടി തീർക്കാനോ? 2 ആഴ്ച അടിക്കുന്ന സാധനമുണ്ട്. ഒറ്റക്കങ്ങ് ഉണ്ടാക്കിയാൽ എടാ സമ്പത്ത്, ഒറ്റ രാത്രത്തെ കേസല്ലേ ഉള്ളൂ. നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും. ഇതിക്കുള്ള എന്ത് വരാനാണ്? ഞാൻ കൊല്ലും. എന്റെ സ്വത്തിന് ഇനി ഒരു അവകാശി ഈ ഭൂമിയിൽ ഉണ്ടാകാൻ പാടില്ല. എന്നെ കൊല്ലല്ലേ നന്ദച്ച, എന്നെ കൊല്ലല്ലേ. എനിക്ക് നന്ദച്ചന്റെ സ്വത്തും ഒന്നും വേണ്ട, സ്നേഹം മാത്രം മതി. ഞാൻ നിന്റെ ഡാഡി അല്ല. തെരുവിൽ നിന്ന് വന്ന നിനക്ക് അമ്പാടി തറവാട്ടിൽ അവകാശം പറയാൻ എന്ത് യോഗ്യത?
നന്ദൻ വർമ്മയ്ക്ക് ഇങ്ങനെ ഒരു മകളില്ല. നന്ദച്ചാ, നീ മരിക്കണം. എന്നെ കൊല്ലല്ലേ നന്ദച്ചാ, കൊല്ലല്ലേ. നീ മരിക്കണം. ഞാനൊരു പാവാ. കൊച്ചിനെ കൊന്നു കളഞ്ഞല്ലോടി. ഹായ്. ആ നന്ദൻ വർമ്മ ആണാര് കൊച്ചിനെ കൊന്നടി. ആന്റി ഞാൻ രതീഷ്. രതീഷ് നന്ദൻ വർമ്മ ജയിലിൽ നിന്ന് വരുന്ന സീനുണ്ടല്ലോ, അതൊക്കെ കണ്ടിട്ട് ഞങ്ങൾ കോരിത്തെരിച്ചിട്ടുണ്ട്. അപ്പോൾ ആൻറ്റി എല്ലാം കാണാറുണ്ടല്ലേ? എല്ലാ എപ്പിസോഡും കാണും 2 തവണ. സമ്പത്തെ അളിയ ഇറങ്ങി വാടാ. എടാ ഇത് നമ്മുടെ ഇവിടുത്തെ രതീശല്ലേ? ആ സീരിയലിലൊക്കെ ഉള്ള പരിചയം. ഇവരെന്താ ഇവിടെ? ഹോ ഇവന്മാരൊക്കെ കണ്ടിട്ട് എത്ര നാളെ എന്നറിയോ? രതീഷ് എന്തൊക്കെയുണ്ടാ വിശേഷം? സുഖാളിയ. എന്താണ് ഷൂട്ട് എന്തെങ്കിലും ഉണ്ടോ? ഡാ ഫേസി നീ ആകെ മാറിപ്പോലടാ. നീ ആകെ മാറിപ്പോലോ അല്ലേ? എന്താടാ ഒരു മുന്നറിപ്പില്ലാണ്ട്? ഡാ ബർത്ത്ഡേ അല്ലേ? ബർത്ത്ഡേ? ആ ബർത്ത്ഡേ. നീ വന്നല്ലോടാ. എടാ നീ വിളിച്ചാ ഞാൻ വരാതിരിക്കടാ. നിനക്ക് കാനഡയിലൊക്കെ എന്നാ ഫാൻസ് അറിയാമോ? പിന്നല്ലാതെ പെട്ടെന്ന് കേറി വന്നപ്പോ ഞാനങ്ങ് പേടിച്ചു പോയി. പേടിച്ചില്ലേ? പേടിക്കണം പേടിക്കണം. ഇതിപ്പോ ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവനാണ് നന്ദപ്പോനെ കുറിച്ചൊന്നും പറഞ്ഞിട്ട്. അല്ല അത് 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ CBSE പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് അത്ര കോണ്ടാക്ട് ഒന്നും ആരുടെ കൂടെ വെക്കാൻ പറ്റിയില്ല. എടാ സമ്പത്തെ, നിനക്ക് ഇതുപോലത്തെ നല്ല കൂട്ടുകാരും ഉണ്ടല്ലേ? വാ വാ മേളിലിരിക്കാം. രണ്ടരക്ക് അടിക്കാം. വാ ഇഷ്ടംപോലെ ഉണ്ട്. വരുന്നില്ലേ? വരുവാ. എടോ മാടിക്കുഞ്ഞ്, ഇങ്ങനെ ഒരു ദിവസം എന്റെ ജീവിതത്തിലുണ്ടാവുന്നത് ഞാൻ കരുതിയില്ലടോ. എന്റെ കൂടപ്പുറപ്പ് മാത്രമല്ലടോ പോയത്, എന്റെ ചാച്ചന്റെ സ്ഥാനത്ത് നിൽക്കുന്ന ആളാ. അപ്പൊ എനിക്കൂടെ ശരി, ഇനി അങ്ങോട്ട് ചെല്ലും. ഞാൻ ഈ വണ്ടി ഒന്ന് ഒതുക്കി വെച്ച് വരാം. ശരി. അച്ചായോ, കരയാതെ മോളെ. ആരായാലും തമ്പുരാൻ വിളിച്ച പോകാതിരിക്കാൻ പറ്റുമോ? ചാച്ചനോട് ഇച്ചിരി സ്നേഹമുള്ളോണ്ട് നേരത്തെ വിളിച്ചു കരുതിയാൽ മതി. സമാനിക്കും. നീ ഇങ്ങനെ കരഞ്ഞ വയറ്റുള്ളതിനെ കൂടി വിഷമിപ്പിക്കല്ലേ? ആർക്കറിയാം, കിടക്കണ ചാച്ചൻ തന്നെയാണ് വരാൻ പോകുന്നുണ്ട്. കൊച്ചിനെ മുന്നിലേക്ക് കൊണ്ടോ കൊണ്ട് കിടത്ത്. അച്ഛാ പോയി. പോരാ കേട്ടോ.
ഇതൊക്കെ എടുക്കുക ആരോട് മാണിക്കുഞ്ഞ് ഇരിക്കണോ? എന്നെ എന്നൊക്കെ പഠിപ്പിച്ച ആളെ കിടക്കുന്നതെന്ന് അറിയാമോ? റബ്ബർ വെട്ടും ഡ്രൈവിംഗും നല്ല തന്നെയായിരുന്നു. പട്ടാളത്തിൽ നിന്ന് വെച്ചാൽ ലീവിന് വരുമ്പോ എല്ലാവർക്കും പേടിയാ, ആരും മുന്നോട്ട് പോകാനാ. എന്നാലും എന്നെ വലിയ ഇഷ്ടമായിരുന്നു. എവിടെയൊക്കെ കൊണ്ടുപോയിട്ടെന്നറിയോ എന്നെ? ഇടയ്ക്ക് എന്നെ പഠിപ്പിക്കാനൊക്കെ നോക്കി. എനിക്ക് എന്തെങ്കിലും മഹതിരം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതങ്ങനെ കാരണം. ഇടാ മോനിച്ചൻ മോനിച്ചൻ വരുമോ? പിന്നെ വരാതുകൊണ്ട് അവന്റെ അപ്പനല്ലേ അവിടെ കിടക്കുന്നത്. അല്ല, ഞാൻ വിളിച്ച് കാര്യം പറഞ്ഞു. അപ്പൊ അവൻ പറയുക ഷീറ്റ് അടിക്കാനുണ്ട്, പിന്നെ വിളിക്കാൻ. ഒരപ്പന്റെ മരണവാർത്ത അറിയുമ്പോ ഒരു മകൻ ഇങ്ങനെയാണോ പറയുന്നത്? താൻ എന്നെ വർത്താനോട് പറയുന്നേ. അവൻ എന്നൊക്കെ പറഞ്ഞാൽ വന്നിരിക്കും. എന്റെ ചെറുക്കനല്ലേ അവൻ. വരാതെ പിന്നെ ഞാൻ അച്ഛനൊന്ന് വിളിച്ച് പറഞ്ഞിട്ട് അച്ഛൻ ഞാൻ പ്ലാത്തോട്ടത്തിന് കൊച്ചുഞ്ഞാ. പറ കൊച്ചുഞ്ഞേ. എന്നെ ഗൾഫിൽ നിന്ന് റോയി വിളിച്ചായിരുന്നു. കാര്യങ്ങളൊക്കെ അറിഞ്ഞു. അറ്റാക്കായിരുന്നല്ലേ? അതെ അച്ഛോ. ഞാനിപ്പോ അരമന വരെ ഒരാവശ്യത്തിന് വന്നിരിക്കുക. നാളെ രാവിലെ കുമ്മളിയിൽ എത്തത്തുള്ളൂ. മതി അച്ഛോ. അല്ലെങ്കിലും രാത്രിയിൽ വയറ്റിലുള്ള കൊച്ചിനെ കൊണ്ട് മല കയറാൻ വയ്യ. അതാ നല്ലത്. നേരെ ഇങ്ങ് കൊണ്ടുവന്നെച്ചാ മതി. കാണാനുള്ള ഒരു പള്ളിയിലോട്ട് വരട്ടെ. എന്നാത്തിനാ ഈ 2 പരിപാടി? ആയിക്കോട്ടെ. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയാ അച്ഛോ? അതൊക്കെ ഞാൻ വന്നിട്ട് ചെയ്തോളാം അച്ഛോ. എന്നാ ശരി കൊച്ചുഞ്ഞെ. ശരി അച്ഛോ. ചേട്ടാ, അല്ല പുറത്ത് നല്ല ഇരുട്ടല്ലേ, കുറച്ച് ട്യൂബും കസേരയൊക്കെ ഇറക്കണം. വേണം. ഈ കൊച്ചിയിലൊക്കെ ഒരുപാട് കറങ്ങിയിട്ടുള്ള ആളാ. ആരൊക്കെ എന്നതൊക്കെയാ വരാൻ പോണെന്ന് അറിയാൻ മേല. അതിനിവിടെ ആരെയല്ല ഞാൻ നോക്കിക്കോളാം. വലിയ ഉപകാരം കൊച്ചനെ. കൊച്ചെന്നാന്ന് വെച്ചാൽ ചെയ്യും. ശരി ശരി. മാണിക്കുഞ്ഞ്, പിന്നെ നമുക്ക് രാവിലെ തിരിച്ചു പോവാടോ. അങ്ങനെയാവട്ടെ. താനെവിടെയാ? ഒന്നുമില്ല, ഒരേ സ്ഥലത്ത് 2 പരിപാടി കിട്ടി. ഒരു ക്രിസ്തീയ മരണ സെറ്റപ്പ്. ഒരു 5 ട്യൂബ്, 10 കസേര, ജനറേറ്ററാ. എടുത്തോ, വെറുതെ ഒച്ച വെപ്പിക്കാല. കറണ്ട് നമുക്ക് 2 വീട്ടിൽ നിന്ന് വലിക്കാം. ഡീസലൊന്നും മേടിക്കണ്ട, താനെ കേക്കിൻ്റെ പരിപാടി നോക്കിയാൽ മതി. ശരി. എന്ത് കേക്കാണോ ഇപ്പം മേടിച്ചുകൊണ്ടിരാമോ? മയില്. ഒരിടത്ത് ജനനം, ഒരിടത്ത് മരണം, ചുമലിൽ ജീവിത ഭാരം. പെർഫെക്റ്റ്. വിളക്കിനൊരു 350 രൂപ മേടിച്ചേക്കാം, തെറ്റില്ല. എന്നാലും സമ്പത്തെ, നിനക്ക് എന്നെ എപ്പോ വേണേലും വന്നൊന്ന് കാണായിരുന്നു. ഒന്നില്ലെങ്കിലും ഞാനൊരു സെലിബ്രിറ്റി അല്ലടാ. നിന്നെ ഇടക്കിടക്ക് TV കാണാറില്ലടാ. ചിലപ്പോ അതായിരിക്കും. എന്നിട്ട് നിന്റെ കാറ് കച്ചവടമൊക്കെ എങ്ങനെ പോണു? പൊളിയല്ലേ? ആണല്ലേ? ഒരു വർഷമൊക്കെ ഒരു 3-4 വണ്ടി കച്ചവടമാക്കിയ സെറ്റാ. നൈസ്. പിന്നെ 2 കൊല്ലം ഈ വീടൊക്കെ ഈ സെറ്റപ്പ് ആക്കിയിട്ട് ഈ ഏരിയയിലെ ഏറ്റവും നല്ല വീട് എൻ്റെ ആണ്. അതൊക്കെ പോട്ടെ, നീ തന്നെ നോക്കിക്കേ. ഇന്ന് നിന്റെ അമ്മയും നിന്റെ പെങ്ങളും എന്നെ കണ്ടിട്ട് എത്ര ഹാപ്പി ആയിരുന്നു. പിന്നെ വളരെ ഹാപ്പി. വേണ്ടടാ, അത് നാളെ രാവിലെ എനിക്കൊരു ഷൂട്ടുണ്ട്.
അതിന് അടിച്ചാ ഡാർക്ക് സർക്കിൾസ് കണ്ണിന് താഴെ. പിന്നെ സ്കിൻ ഡോക്ടറുടെ അവന്റെ ഡാർക്ക് അടിച്ചേനി. ആ അടിക്കി അടിയില്ല. നമ്മുടെ ജോയിമന്റെ ബർത്ത്ഡേ അല്ലേ? Cheers. കനേഡിയൻ ആണല്ലേ? പിന്നെ അടി കാനഡക്കാർക്ക് പോലും ഇല്ലേ കനഡിയൻ? അടിപൊളി അല്ലടാ ജോയിമോനെ. അവന്റെ ഒരു കനല്. ദീപക് ദിവാകർ, നാളെ ബർത്ത്ഡേ ആണ് 12 മണിക്ക്. വിളിക്കണം, മറക്കരുത്. ഞാൻ ഇനി ഓർമ്മിപ്പിക്കണ്ടല്ലോ. സ്റ്റോറി ഇടണം, സ്റ്റാറ്റസ് ഇടണം, എന്നെ ടാഗ് ചെയ്യണം. എനിക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നിന്റെ ബർത്ത്ഡേക്ക് ഞാൻ സ്റ്റാറ്റസ് ഇട്ടായിരുന്നു. ഓക്കെ ഓർമ്മയുണ്ടല്ലോ, അത് മതി. ഓക്കെ അപ്പോൾ 12 മണിക്ക് ശേഷം. ഓക്കെ ശരി, അപ്പോൾ പറഞ്ഞ പോലെ. ജോയിമോനെ കുറച്ച് ഐസ് ഇട്ടോ. ഐസിട്ടില്ല കാണുമ്പോൾ തന്നെ പേടി വന്നു. ഋത്തുവേ ഒന്ന് വിളിച്ച നീ സമയത്രേ ഒരു കാര്യം ഇങ്ങനെ ചോദിക്കണം മനസ്സിലിങ്ങനെ വെച്ചു. അതെ, ഈ കാനഡയിൽ സ്കിൻ ഡോക്ടർക്ക് എങ്ങനെ സ്കോപ്പ് ഉണ്ടോ? ഒരു സ്കോപ്പും ഇല്ല. എന്താണ് എടാ, സ്കിന്നിന് പ്രശ്നം ഉണ്ടാകുന്നത് എങ്ങനെയാണ്? സ്കിന്നിന് പ്രശ്നം ഉണ്ടാകുന്ന പറഞ്ഞാൽ ഈ വെയിലും പൊടിയൊക്കെ കൊള്ളുന്നുണ്ട്. അവിടെ വെയിലും പൊടിയൊന്നും ഇല്ലല്ലോ, എല്ലാവരും മൂടി പോച്ചല്ലേ നടക്കുന്നേ. പിന്നെ ചൊറിയും ചരക്കും അങ്ങനെയുള്ളവന്മാരാ നാട്ടിലോട്ട് കയറ്റത്ത് പോലുമില്ല. നഴ്സ് അതാണ്. അല്ലേ? നിനക്കിവിടെ വലിയ ഗതിയൊന്നുമില്ലല്ലേ? അത് ഇപ്പോഴും പാപ്പയുടെ ക്ലിനിക്കിൽ തന്നെ വർക്ക് ചെയ്യണേ. പിന്നെ ശമ്പളം ചോദിക്കുമ്പോൾ ഉമ്മാട് വാങ്ങിച്ചോന്ന് പറയും. അതാ അവസ്ഥ. ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ കാനഡ തന്നെ അല്ലേ സ്വർഗം? പിന്നെ 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 അതാണ്. കുറച്ച് ഐസ് ഉണ്ടെന്നേ ഉള്ളൂ. ചേട്ടാ എന്താടി? അത് നിന്നാരെ വിളിച്ച്? ഞാൻ ചേട്ടനല്ലേ വിളിച്ചേ. ചേട്ടാ, ഇവരൊക്കെ ചേട്ടനെ കാണാൻ വേണ്ടി വന്നതാ. ഒരു ഫോട്ടോ എടുക്കേ. അതിനെന്താ? പേടിക്കണ്ട, വാ. ഇതാ നമ്മുടെ നന്ദേട്ട്. ഫാൻസ്. ഹായ്. ഹായ്. ആ ദേവി മോളെ കൊന്നുകളഞ്ഞത് കഷ്ടായിട്ടാ. അയ്യോ അപ്പൊ ഇതാണല്ലേ ആ മുതല്. ഞാൻ കാണട്ടെ. TV കാണുന്ന അത്രയും മെനു ഇല്ലല്ലോ. ക്യാമറ ടെക്നിക് അല്ലേ? അയ്യോ ഞാനില്ല.